ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതേപോലെ കേട്ടതാ ഇപ്പൊ പൊട്ടിത്തെറിക്കും തോന്നുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടപ്പോൾ സംഭവം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ഇനി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. കുറച്ച് ദിവസം മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു സംഭവമാണ്. കൗതുകം ലേശം കൂടുതലായത്. ഇത് ട്രൈ ആക്കാതെ മനസ്സിലൊരു സമാധാനമല്ലേ ഇത് അതന്നെ. അപ്പോൾ നേരെ ഒരു ഗ്ലാസിൻ്റെ ബൗൾ എടുക്കാൻ അതിലേക്ക് കുറച്ച് അരി ഇടുക. എന്നിട്ട് അതിൻ്റെ മേലായിട്ട് ഈ വെള്ളം കണ്ടാൽ വീർത്ത് വരുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ ഡെക്കറേഷനായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടതാട്ടോ. കാരണം നല്ല രസം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ സംഭവം ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കൂടെ വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ നമ്മൾ കുറച്ച് ഓയിൽ ഇങ്ങോട്ട് ഒറ്റിച്ചെടുക്കുക. എന്നിട്ട് നേരെ ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാൽ നമ്മൾ കോട്ടൻ്റെ ബഡ്സ് ഇതിൽ കുത്തി കൊടുക്കുക. പിന്നെ ഈ കോട്ടൻ്റെ ബഡ്സ് കുത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇതിൻ്റെ ബൗൾ കുറച്ചങ്ങോട്ട് വലിപ്പം കൂടി പോയോ എന്നൊരു ഡൗട്ട്. കാരണം കോട്ടൻ്റെ ബഡ്സ് ബുർജ് ഖലീഫ നിൽക്കണ മാതിരി അത്രയും ഉയരത്തിലടങ്ങുന്നതിന്. പിന്നെ ഇത് കത്തിയിട്ട് താഴത്തേക്ക് വരുമ്പോൾ റെഡി ആകുന്നതായിരുന്നു എൻ്റെ ഒരു തോട്ട്. അപ്പോൾ അതിന് വേണ്ടി കത്തിയിട്ട് താഴത്തേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടോ. അങ്ങനെ താഴത്തേക്ക് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി, നല്ല അടിപൊളിയായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് രണ്ടെണ്ണം വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നും കൂടി ലൈറ്റ് ഉണ്ടാവുക വെച്ചിട്ട് രണ്ടെണ്ണം കുത്തി വെച്ച് നോക്കിട്ടോ. രണ്ടെണ്ണം കുത്തി വെച്ചപ്പോഴൊന്നും കുഴപ്പമില്ല. ഇത് ബുർജ് ഖലീഫിൻ്റെ മാതിരി മേലെ നിൽക്കുന്നുണ്ട്, കത്തി താഴത്തേക്ക് വരുമ്പോൾ അടിപൊളി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ താഴത്തേക്ക് വരുവോളം ഞാൻ കണ്ണ് നട്ടങ്ങോട്ട് കുത്തിരുന്നിട്ടോ. അങ്ങനെ കുത്തിരുന്ന് കുറച്ച് താഴത്തേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് ഒരു കാര്യം അങ്ങോട്ട് മനസ്സിലായത്. എന്താണെന്നുള്ളതല്ലേ ഇപ്പം പറഞ്ഞുതരാം. എവിടെ അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ. ഇപ്പം ഇത് പൊട്ടിത്തെറിച്ച് ഇതാ ലാസ്റ്റ് കെട്ട്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. എല്ലാതും കയറി പരീക്ഷിക്കാൻ പോയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അവസ്ഥ. അപ്പോൾ ഓക്കെടാ.